രാവിലത്തെയും രാത്രിത്തെയും ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഉച്ചയ്ക്കത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ സമയമെടുത്താണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് ജോലികൾ അകത്തെയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറത്തുള്ളൂ കേട്ടോ. ചോറും പിന്നെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ രാവിലെ തന്നെ വെക്കും കേട്ടോ. പിന്നെ മീനിൽ ഞാൻ രാവിലെ കൈ വെക്കത്തില്ല. കാരണം രാവിലെ കൈ വിട്ട് കഴിഞ്ഞാൽ മണക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര ബഹളം വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മീനൊക്കെ ഉച്ചയ്ക്കേ വെക്കത്തുള്ളൂ. ഇന്നിപ്പം ഞാൻ മീൻകറി ഒന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അത് തീരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല വലിയ കക്കയിറച്ചി കിട്ടിയായിരുന്നു. അപ്പം ഞാനോർത്ത് എന്നാൽ പിന്നെ അതിന് നല്ല മുരുമുരാന്നിരിക്കുന്ന അടിപൊളി ഒരു തോരൻ അങ്ങ് ഉണ്ടാക്കിയിട്ട് നല്ല വലിയ കക്കയിറച്ചി തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണേ. അങ്ങനെ ദാ അതെടുത്തു. പിന്നെ അയില കിട്ടിയായിരുന്നു. അത് ഞാൻ ദാ ഒരു 4 എണ്ണം വെട്ടിയെടുത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്യാനെടുത്തു കേട്ടോ. പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയതുകൊണ്ട് സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പച്ചക്ക മെഴുക്ക് പുരട്ടി, തലേന്നത്തെ മോരുകറിയും ചോറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ ദാ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് സ്ലാബൊക്കെ ഒന്ന് തൂത്ത് അതിനുശേഷം തറയൊക്കെ ഒന്ന് തൂത്ത്. ഇതൊക്കെ അടുക്കള മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി അകമൊക്കെ തൂക്കാൻ കിടക്കുകയാണ്. അങ്ങനെ ദാ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം വാപ്പാക്കും ഉമ്മച്ചിക്കുള്ള ഭക്ഷണമൊക്കെ ടേബിളിലോട്ട് അങ്ങ് എടുത്ത് വെച്ചിട്ട് ഞാൻ അകത്തെ എൻ്റെ പരിപാടികളിലേക്ക് പോകും കേട്ടോ. ഇവിടെ നമ്മൾ പൊതുവേ താമസിച്ചാണ് കേട്ടോ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നത്. ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കുന്നത് ഒരു 3, 3:30, 4 മണിയൊക്കെ ആവും കേട്ടോ. കാരണം മക്കൾ വന്നതിന് ശേഷം ഞാൻ ലഞ്ച് കഴിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച മീനിൽ ഒരെണ്ണം ചത്തുപോയി കേട്ടോ. അപ്പോൾ അത് കാരണം അവൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഭയങ്കര സങ്കടപ്പെട്ട് നിന്ന് വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ വേറെ ബൗളിലോട്ടൊക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ മീനെയൊക്കെ. അങ്ങനെ ദാ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ചോറും നല്ല കക്കയിറച്ചിത്തോരനും പിന്നെ നമ്മുടെ മോരും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു ഊണൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. കഴിക്കുന്നതിനിടെ ലൈമ സൈഡിൽ വന്ന് നിന്ന് ഓരോ വർത്താനമൊക്കെ പറയുന്നുണ്ട്. യൂണിഫോം പോലും മാറിയിട്ടില്ല പുള്ളിക്കാരി. വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം അവൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഓരോരോ കഥകൾ പറച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ച തൊട്ട് 4 മണി വരെയുള്ള എൻ്റെ പരിപാടികളെ.